ലോഡ്. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഒത്തപച്ചാത്തിൽ പിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രികൾ, കഴിഞ്ഞ പകലുകളെല്ലാം ദൈവം ഞങ്ങളെ അത്ഭുതമായി കണ്ണിൻ്റെ മണി പോലെ മറച്ചു സൂക്ഷിച്ചു. വന്ന അനർത്ഥങ്ങളെല്ലാം കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. ആപത്തനർത്ഥങ്ങളൊന്നുമില്ല, ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾക്ക് ആവശ്യങ്ങളുടെ എല്ലാം മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ ഞങ്ങൾക്ക് തുറന്നു. നിൻ്റെ കരം ഞങ്ങളെ പരിപാലിച്ചു. ഒരു അമ്മയെപ്പോലെ അപ്പനെ പോലെ ഞങ്ങളെ പോറ്റി പുലർത്തിനായി സ്തോത്രം. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗഖ്യം, സമാധാനം, ബലൻ, സുഖം, ദീർഘായുസ് തന്നല്ലോ. ഇങ്ങനൊരു ദിവസം കൂടെ കാണുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എന്നോടുകൂടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ വിഷയങ്ങൾ, അവരുടെ കണ്ണുനീരുകൾ, അവരുടെ പ്രയർ റിക്വസ്റ്റുകൾ എല്ലാം നിനക്കറിയാമല്ലോ. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം, ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം. കർത്താവ് നന്മയിനാലും കൃപയിനാലും അവരെ നിറയ്ക്കണം. ഒരുത്തർക്കൊരു ആപത്തോ അനർത്ഥമോ കണ്ണുനീരോ വേദന വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. എല്ലാവരും തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു കൊച്ചു കുഞ്ഞു തൊട്ട് വല്യപ്പച്ചൻ വല്യമ്മച്ച് വരയ്ക്കുന്നകത്തുണ്ട്. ദൈവമേ, എല്ലാവരെയും ബലപ്പെടുത്തിക്കാട്ട്. അവരവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിൻ്റെ കയ്യോ നീട്ടണമേ, കലവറയും തുറക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ പ്രാർത്ഥനയുടേതായി സ്തോത്രം. തുടർന്നതിനെ ബലപ്പെടുത്തണം, കൃപയ്ക്കുള്ള മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വം എടുക്കുമാറാകട്ടെ. എന്നോടുകൂടെ ഈ പ്രാർത്ഥന അറ്റൻഡ് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തുന്നു, വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1168 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. 1168 ദിവസം. നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ബലപ്പെടുത്തും, നന്മയെ നിറയ്ക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്ന് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകരെ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, പാസ്റ്ററെ ഈ അധ്യായം കഴിയുന്നതിന് മുന്നേ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിക്കും. ചിലർക്കെല്ലാം അത്ഭുതം നടന്ന മാതിരിയും മെസ്സേജുകൾ വരുന്നുണ്ട്, വിളിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് നിശ്ചയമായി നിങ്ങൾ ഏറ്റെടുക്കുക, വിശ്വസിക്കുക. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ അധ്യായം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നമുക്ക് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ ഏറ്റെടുക്കുക, വിശ്വസിക്കുക. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കരങ്ങളിലേക്ക് ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയുക, പാപങ്ങളെല്ലാം യേശുവോട് ക്ഷമ ചോദിക്കുക. നമ്മളെ സമർപ്പിച്ച് അങ്ങോട്ട് ഊറ്റിക്കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏത് തടസ്സങ്ങളായിക്കൊള്ളട്ടെ, അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് അതിൻ്റെ 18-ാമത്തെ വാക്യമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒത്തിരി ഭയങ്കരമായിരിക്കും ആ വാക്യം. നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 18-ാമത്തെ വാക്യം, പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്നു ഉപവസിച്ചു, രാത്രി കഴിച്ചു. ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലോട്ട് ഇട്ട് വലിയ പാറ ഉരുട്ടി കൊണ്ടുവന്ന് രാജാവിൻ്റെ മോതിരം കൊണ്ടും പ്രഭുക്കന്മാരുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയെല്ലാം ഇട്ടതിന് ശേഷം രാജാവ് വീട്ടിലോട്ട് പോയിരിക്കുക, അരമനയ്ക്ക് പോയിരിക്കുക. പക്ഷേ അതിൻ്റെ മേലത്തെ വചനത്തിൽ ദാനിയേലിനോടൊരു വാക്ക് പറഞ്ഞു, നീ ഇടവിടാതെ ആരാധിക്കുന്നതിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും, നിന്നെ വിടുവിക്കുമെന്ന്. അത് തൻ്റെ ചുമ്മാ ഒരു അതരത്തിൽ പറഞ്ഞതല്ല, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പം രാജാവിന് നന്നായിട്ടറിയാം, ഇവനൊരു ആരാധന വീരനാണ്, ഇവനെ ആരും തകർക്കാൻ പറ്റത്തില്ല, ഇവനൊരു പ്രാർത്ഥനാ വീരനാണ്, ഇവനെ നശിപ്പിക്കാൻ ഒരുത്തനെ കൊണ്ട് പറ്റത്തില്ല. ഇവനെ നശിപ്പിക്കാൻ നോക്കുന്നവർ നശിച്ചു പോകുന്നുള്ള അല്ലാതെ ഇവനെ ആരും നശിപ്പിക്കാൻ പറ്റത്തില്ലെന്നുള്ള ബോധ്യത ഈ രാജാവിൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വെറി പിടിച്ച് കിടക്കുന്ന ആ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇവനെ വലിച്ചെറിയുന്നത്. പല ദിവസങ്ങൾ, പല മാസങ്ങൾ ആഹാരം കൊടുക്കാതെ ഈ സിംഹങ്ങളെ പട്ടിണി കടത്തി അതിന് ഭയങ്കര ടെൻഷനെ കയറ്റി ഒരു മനുഷ്യനെ അങ്ങോട്ട് ഇടുന്നതിന് മുന്നേ അവനെ വലിച്ച് കീറി എല്ലാം പൊടിയാക്കக்கூடிய നിലയിൽ ടെൻഷനായിരിക്കുമ്പോഴാണ് അവനെ കുഴിയിലോട്ട് വലിച്ചെറിയുന്നത്. ചുമ്മാ തിന്ന് കുടിച്ച് സുഖിച്ചിരിക്കുന്ന നേരത്തിലല്ല ഈ സിംഹത്തിൻ്റെ വായിലോട്ട് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ஆனால் അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ക്രൂരതയ്ക്കുള്ള ഇരിക്കുന്ന, അതേ മനുഷ്യൻ്റെ രക്തത്തെ കുടിക്കാൻ വേണ്ടി അവിടെ തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടമൃഗങ്ങളുടെ കയ്യിലോട്ട് ഇവനെ കൊടുത്തിട്ട് രാജാവ് പറയാണ്, നീ ഇടവിടാതെ ആരാധിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും, നിന്നെ വിടുവിക്കും, നിന്നെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതേ പറഞ്ഞ മനുഷ്യനാണ് മറുപടിയും വന്ന് കല്ല് വെച്ചതും മുദ്രയിട്ടതൊക്കെ അതിലവിടെ ചെയ്തേ ഒക്കത്തുള്ളൂ. എങ്കിലും 18-ാമത്തെ വാക്യത്തിൽ പിന്നെ രാജാവ്, ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ രാജാവ് അരമനയിൽ ചെന്ന് ഉപവസിച്ചു. ഇതെന്താ ഉപവാസമായത്? ഈ രാജാവിന്റെ വിശ്വാസം എന്തോന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്കാർക്കുമില്ലാത്തൊരു വിശ്വാസം, ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ഒരുത്തനുമില്ലാത്തൊരു വിശ്വാസമാണ് ഈ രാജാവിനിരിക്കുന്നത്. ഇതെന്തുവാ ഈ വിശ്വാസം? ഈ സിംഹങ്ങൾ എങ്ങനെ ഇവനെ രക്ഷപ്പെടുത്തും? എങ്ങനെ ദാനിയേലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും?
ദാനിയേൽ എന്തിനാ രാജാവ് ഉപവസിക്കുന്നത്? ദാനിയേൽ ഒരു കേടും വരരുത്, ദാനിയേലിന്റെ ഒരു മുടി പോലും നഷ്ടപ്പെടരുത്, ഒരു രോമം പോലും നഷ്ടപ്പെടരുത്, ഒരു പോറൽ പോലും അവൻ്റെ ദേഹത്ത് വരരുത്, ഒരു തുള്ളി രക്തം പോലും അവൻ്റെ ശരീരത്തിൽ നിന്ന് പോകരുത്. അവനെ സുഖഭദ്രമായി കാത്തു സൂക്ഷിക്കണം. രാത്രി മുഴുവൻ അതിൻ്റെ ദൂതന്മാർ അവിടെ ഇരിക്കണം. അവൻ ഒരു കഷ്ടവും വരരുത്, നന്നായിട്ട് അവൻ ഉറങ്ങണം എന്ന് പറഞ്ഞ് രാജാവ് ഉറക്കളച്ച് ഇവന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇതൊരു ഭ്രാന്തന്റെ വേലയല്ലേ? ഭ്രാന്ത്, മുറ്റിപ്പോയ ഭ്രാന്ത്, സാധാരണ ഭ്രാന്തല്ല, മുറ്റിപ്പോയ ഭ്രാന്ത്. ഈ രാജാവ് പഠിച്ചോനല്ലേ, വിദ്യാഭ്യാസമുള്ളവനല്ലേ, നല്ല ബുദ്ധിയുള്ളവനല്ലേ, നല്ല ജ്ഞാനിയല്ലേ? ഈ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. ആ പ്രാർത്ഥന വീരന് ഒരാപത്തുമില്ലാതെ ദൈവം അവനെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജാവ് പിന്നെ രാജാവ് അരമനയിൽ ചെന്നു ഉപവസിച്ചു, രാത്രി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ പറയുന്നത്? അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടു പോയി. അവൻ ഉറങ്ങണമെങ്കിൽ ദാനിയേൽ രക്ഷപ്പെടണം, അവൻ കഴിക്കണമെങ്കിൽ ദാനിയേൽ രക്ഷപ്പെടണം. ഞാൻ വെളുപ്പിനെ പോയി നോക്കുമ്പോൾ എൻ്റെ ദാനിയേലിൻ്റെ ശബ്ദം ഞാൻ കേൾക്കണം, അവനൊരു കേടുമില്ലാതെ ഞാൻ കാണണം. ഈ ധീരതയുള്ളൊരു പ്രാർത്ഥന ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ ബുദ്ധിയെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഇപ്പോൾ ഒന്ന് ദയവചെയ്ത് പ്ലീസ് ഒരല്പസമയം 2 സെക്കൻഡ് നിങ്ങളുടെ ബുദ്ധി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയേ, ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കിയേ. ഇത് ആരെയും കൊണ്ട് സാധിക്കും ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു വലിയ സർപ്പത്തിൻ്റെ കൂട്ടിനകത്തോട്ട്, അല്ല ഒരു വലിയ കൊതിച്ചു കടലിൻ്റെ അകത്തോട്ട്, അല്ലെ വലിയ തീക്കകത്തോട്ട് ഒരുത്തിനെ വാരിയിട്ടിട്ട് കരയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ എന്തുവാ രക്ഷപ്പെടുത്തുന്നത്? പക്ഷേ ഈ രാജാവിൻ്റെ വിശ്വാസം ഭയങ്കരമാണ്. ഈ ദാനിയേലിന്റെ വിശ്വാസത്തെക്കാട്ടിലും ഭയങ്കരമാണ് രാജാവിൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ അങ്ങേര് ഒരു ദൈവഭയമുള്ള മനുഷ്യൻ തോന്നുന്നു, അങ്ങേര് ഒരു പ്രാർത്ഥന വീരൻ തോന്നുന്നു, അങ്ങേരും പ്രാർത്ഥനയുടെ ആരാധനയുടെ ആ മാധുര്യത്തെ രുചിച്ചവനെന്ന് ഞാൻ വിശ്വസിക്കുക. അതാ പറഞ്ഞത്, അതിൻ്റെ മേളത്തെ വാക്യത്തിൽ കാരണം കാണുന്നുണ്ടല്ലോ, ഇടവിടാതെ സേവിച്ചു വന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. തമിഴ് ബൈബിളിൽ നീ ഇടവിടാമൽ ആരാധിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷപ്പെടുത്തും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ആരാധിക്കുന്നവൻ, സേവിക്കുന്നവൻ നശിക്കത്തില്ല. ആരെ സേവിക്കണം? തൻ്റെ സൃഷ്ടിതാവിനെ, തൻ്റെ ദൈവത്തെ. ആത്മാവിൽ, നിറവിൽ, സന്തോഷത്തിൽ, ആനന്ദത്തിൽ, ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തത്തില്ല, എൻ്റെ പ്രാർത്ഥന നിർത്തും. ഒരു രഹസ്യം പറയട്ടെ, ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ ഒരു നാളും ഉറങ്ങാത്ത ഉറക്കം അവിടെ രാത്രിയിൽ ഉറങ്ങുകയാണ്. സുഖമായിട്ട് കൂർക്കം വലിച്ച് സന്തോഷമായിട്ട് ആ സിംഹങ്ങളുടെ കുഴിയിൽ സിംഹങ്ങളോട് കൂടെ കിടന്നവൻ ഉറങ്ങുക. പക്ഷെ അരമനയിൽ രാജാവിന് ഉറക്കം വന്നിട്ടില്ല. അതിൻ്റെ കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച ഒരു ദൈവ പൈതൽ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്ന ഒരു പാത്രം, ദൈവം വില കൊടുത്ത് മേടിച്ച ഒരു പാത്രം നശിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ നോക്കുന്നവനെ കർത്താവ് ഉറങ്ങാൻ വിടത്തില്ല. ഈ രാജാവ് ഒപ്പിട്ടില്ലേ? ഈ രാജാവ് മോതിരം കൊണ്ട് അവിടെ മുദ്രയിട്ടില്ലേ? എങ്ങനെ ഇവനെ ഉറങ്ങാൻ വിടുന്ന കർത്താവ്? രാത്രി മുഴുവനും അവൻ ഉറക്കളച്ച് പ്രാർത്ഥിക്കണം, എന്നെ ക്ഷമിക്കണേ, എന്നെ ഒന്ന് ക്ഷമിക്കണേ, എന്നെ ഒന്ന് ക്ഷമിക്കണേ, എൻ്റെ കുറ്റം ക്ഷമിക്കണേ. ഈ ഭക്തനെ ഞാൻ കൊണ്ട് വാരിയിട്ടിരിക്കുക, അവന് വേണ്ടി ഞാൻ ഒപ്പിട്ടിരിക്കുക, ഞാനും എൻ്റെ മുദ്രാമോതിരം വെച്ച് മുദ്രയിട്ടിരിക്കുക. എന്നെ ക്ഷമിക്കണേ, എന്നെ രക്ഷിക്കണേ, എൻ്റെ ഭവനത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ തകർക്കരുതേ, ഞങ്ങൾ നശിച്ചു പോകരുതേ, ദാനിയേലിന് കേടുമില്ലാതെ വരണമെന്ന് പറഞ്ഞ് രാത്രി മുഴുവനും രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വീരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. അവന്റെ വിശ്വാസം നേരെ ഒന്ന് വെളുക്കട്ട്. രാത്രി ഞാൻ പോകാൻ പറ്റത്തില്ല, നേരെ ഒന്ന് വെളുക്കട്ട്, ഞാൻ പോയി എൻ്റെ ദാനിയേലിനെ കാണും. അങ്ങനെങ്കിൽ റോച്ചറിലോ അല്ലെങ്കിൽ ശവക്കുഴിയുടെ വാതുക്കലോ അല്ലെങ്കിൽ ICUലോ വെന്റിലേറ്ററിലോ കൊണ്ടുപോയി കടത്തി കഴിഞ്ഞു. ഡോക്ടർമാരെല്ലാം കൈവിരിച്ചു, എഴുതിയും കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരെയും അറിയിച്ചു. ഇനി ഒരു പ്രതീക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജപ്തിയുടെ ഡേറ്റ് നാളെയാണ്, ഇത്ര മണിക്ക് ജപ്തിയാണ്. പേപ്പറിൽ ഇട്ട് കഴിഞ്ഞു, TV ഇട്ട് കഴിഞ്ഞു, പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെ കൈവിട്ട് പോയി, ഒരു പ്രതീക്ഷയുമില്ല, സകലവും നശിച്ചു, തരിപ്പണമായി, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഏത് വിധത്തിലും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമോ? ഇല്ല. നമ്മൾ പിച്ചും പേയും പറയും, ദൈവത്തെ ശപിക്കും, ദൈവത്തെ ചീത്ത വിളിക്കും, ദൈവത്തെ വലിച്ചങ്ങോട്ട് എറിയും. നമുക്ക് വല്ല ചാൻസ് ഉണ്ടെങ്കിൽ കല്ലെടുത്ത് ദൈവത്തെ എറിയും.
ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ രാജാവ് നമ്മളെക്കാളും വ്യത്യാസമുള്ളൊരു മനുഷ്യനാ കേട്ടോ. ദൈവത്തോട് ഭയന്ന്, അയ്യോ ഞാൻ അങ്ങോട്ട് ഇട്ടിരിക്കുന്ന ആൾ സാധാരണ ആളല്ല, ദൈവത്തിന് ഒത്തിരി ആവശ്യമുള്ളവനാ, അവനെ കൊണ്ട് ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അത് ഞാൻ തകർത്തല്ലോ, നശിപ്പിച്ചല്ലോ, അവന്മാരോടുകൂടെ ഞാനും കൂട്ടിന് നിന്നല്ലോ, ഇതുമൂലം എൻ്റെ തലമുറ പോകും, എൻ്റെ ഭരണകൂടം പോകും, എൻ്റെ രാജ്യം പോകും, ദൈവത്തിൻ്റെ തീ എൻ്റെ മേലെ വീഴും, എൻ്റെ രാജ്യത്തെ സോദോമെ പോലെ നശിപ്പിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ രാത്രി മുഴുവനും കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രാജാവിന്റെ പ്രാർത്ഥനയുടെ ദൈവം കേട്ടു. അങ്ങനെയെങ്കിൽ നാളെ നമ്മളിത് കാണാൻ പോവാ, എന്തുവാ സംഭവിച്ചെന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇപ്പം നിങ്ങളുടെ കൈവിട്ട് പോയത്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത്, എല്ലാവരാലും കൈവിട്ട് ഒതുക്കപ്പെട്ടത്, ഒരു വിധത്തിലും രക്ഷപ്പെടാൻ വഴിയില്ലാതെ നിങ്ങളുടെ കൈവിട്ട് പോയത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് തരും. ഒരു കേടുമില്ലാതെ തരും. മരിക്കുന്നവർ മരിക്കത്തില്ല, നശിച്ചു പോകത്തില്ല, നിന്റെ ജോലി കൈവിട്ട് പോകത്തില്ല. നിനക്ക് വേണ്ടി കർത്താവ് കരുതിയത്, നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയത്, നിനക്ക് വേണ്ടി കർത്താവ് വേർതിരിച്ചു വെച്ചിരിക്കുന്നത് വേറെ ആരും അത് അനുഭവിക്കാൻ കർത്താവ് വിടത്തില്ല. നിനക്ക് തന്നെ, നിങ്ങൾക്ക് തന്നെ ദൈവം അത് തരും. സൗഖ്യമോ, ജോലിയോ, വീടോ, പ്രമോഷനോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുവാ വേണ്ടിയത് കർത്താവ് തരും. വിശ്വാസമുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസമുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളെ നടപ്പിക്കും. സിംഹത്തിന്റെ വായുകളെ കെട്ടും. ഒരത്ഭുതത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു കരം നമുക്കവിടെ ചലിക്കും. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. ഇതാണ് സത്യം. രണ്ടാമത്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവപൈതലിന് വേണ്ടി നിങ്ങൾ കൈനീട്ടരുത്, നിങ്ങൾ വാതുറക്കരുത്, നിങ്ങളെ വഴക്കുണ്ടാക്കരുത്, അവരെ അടിക്കരുത്, അവരെ നിങ്ങൾ കുറ്റം പറയരുത്, ദൈവദാസന്മാർ നേരെ കൈനീട്ടരുത്, ദൈവമക്കൾക്ക് നേരായി കൈനീട്ടരുത്, ആരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, സഭകൾക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി നിങ്ങൾ എഴുന്നേക്കരുത്, ദൈവമക്കൾക്ക് വിരോധമായി എഴുന്നേക്കരുത്. കർത്താവ് ചുമ്മാ വിടത്തില്ല. നിന്റെ ഉറക്കവും പോകും, സന്തോഷവും പോകും, നിന്റെ ജീവിതവും പോകും, ഭരണവും പോകും, പണവും പോകും, എല്ലാം പോകും. കർത്താവ് നശിപ്പിക്കും. അതേ സമയത്ത് ഈ രാജാവിനെ പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് കരയുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിന്നെയും രക്ഷിക്കും, അവനെയും രക്ഷിക്കും. ദൈവാത്ഭുതം പ്രവർത്തിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതുമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ, ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഈ വാക്യം ഞങ്ങളൊന്ന് ചിന്തിപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളും ഈ ദാനിയേലിനെ പോലെ, ഈ രാജാവിനെ പോലെ മുട്ടുമടക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരുത്തനുമില്ലാത്തൊരു വിശ്വാസമാണ് ഈ രാജാവിന് വന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ ഒരുത്തനും പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയാണ് ഈ രാജാവ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളും ഉപവസിക്കുന്നുണ്ട് കർത്താവെ. ஆனால் ഈ ഉപവാസം ഒരു വ്യത്യാസമാണ്. വെളുക്കുന്നതിന് മുന്നേ അത് മറുപടി വരാൻ പോവാ. വെളുക്കുന്നതിന് മുന്നേ ഒരു പ്രതീക്ഷയുമില്ല. ഇപ്പൊ പോയി നോക്കിയാൽ ഒരു 50 ഗ്രാമിന്റെ ഒരു പീസ് എല്ല് പോലും ദാനിയേലിന് അവിടെ ശേഷിക്കത്തില്ല. ഒരു ശകലം അവന്റെ തലമുടി ഒന്നും അവിടെ കാണാൻ പറ്റത്തില്ല. ഒരു രോമം ഒന്നും കാണാൻ. അത്രമാത്രം ടെൻഷനില് ചീർനിക്കുകയാണ് ഈ സിംഹങ്ങൾ. അവനെ അങ്ങോട്ട് കിട്ടിയാ മതി. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാം അവിടെ പങ്കിട്ടങ്ങ് എടുക്കും. ഭയങ്കര ബഹളമകത്ത് നടക്കും. അവരുടെ വിശപ്പടക്കാനുള്ളതൊന്നും ഇതിനകത്തില്ല. അവർ അത്രമാത്രം വിശപ്പിലാണ് നിൽക്കുന്നത്. അതെല്ലാവരും കൊണ്ട് ചേർന്ന് വഴക്കുണ്ടാക്കി കടിച്ച് പറിച്ചങ്ങോട്ട് പങ്കിട്ട് ഒരു മുടിനാര് പോലും ശേഷിപ്പിക്കാതെ ഇടത്തിലാണ് ദാനിയേൽ കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരുത്തൻ പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, ദൂതന്മാരെ അയക്കുന്നു, അത്ഭുതം നടക്കുന്നു. ഇതാണ് വ്യത്യാസം. ദാനിയേൽ ആർക്കും പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ടില്ല. ശാദ്രാക്ക്, മേശക്ക്, ആബേദ്നേഗോവിനും അയച്ചിട്ടില്ല. ഒരു പ്രവാചകനും പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ടില്ല. ഒരു ദൈവസഭയ്ക്ക്, ഒരു ദൈവദാസനും പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ടില്ല. ആരോടും പ്ലീസ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുമില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ഇടത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട വിധമായി പ്രാർത്ഥിച്ചവൻ ധൈര്യമായിട്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ പതറരുത്, കലങ്ങരുത്, വിശ്വസിക്കുക. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നവനാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവൻ ജീവിക്കുന്നവനാണ്. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ ജീവിക്കുന്നവനാണ്. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ ആർക്കും ചെയ്യാത്ത അത്ഭുതം നിങ്ങൾക്ക് ചെയ്യും. നിങ്ങളെ ദൈവം ഉയർത്തും. ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ദൈവം നിങ്ങളെ നിശ്ചയമായി കാത്തു സൂക്ഷിക്കും. ഒരു മുടിനാര് പോലും നഷ്ടപ്പെടാതെ
ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ട്, പ്രാർത്ഥിക്കുന്നവന് വിടുതലുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നശിക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തി നശിച്ചു പോകത്തില്ല. അവനെ ആരും നശിപ്പിക്കാനും പറ്റത്തില്ല. അവന് മേൽ കൈവച്ചെങ്കിൽ അവൻ ഉറക്കവും വരത്തില്ല, അവൻ സന്തോഷം അനുഭവിക്കത്തില്ല, ആഹാരവും കഴിക്കാൻ ദൈവം വിടത്തില്ല. അവനെ കർത്താവിട്ട് അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നിന്നെ തൊടുന്നവൻ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മണിയാണ് തൊടുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട, ദൈവം കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, പേടിക്കണ്ട. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയുടെ ശൈലിയെല്ലാം അങ്ങോട്ട് മാറ്റണം. ഈ പാരമ്പര്യ പ്രാർത്ഥനയിലെടുത്ത് കുപ്പയിലോട്ട് എറിയണം. ആത്മാർത്ഥമായി ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കണം, ഈ രാജാവിനെ പോലെ പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവം ഈ പ്രാർത്ഥനയുടനായി സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ഒരത്ഭുതം നീ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന നശിച്ചു പോയവരെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഉപവാസം എന്ന് പറയുമ്പോഴേ ഓടിപ്പോകുന്നവരെല്ലാം മറുപടി ഉപവസിക്കാൻ വരാൻ പോകുന്നതിനായി സ്തോത്രം. കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്നവരെല്ലാം ഇപ്പോൾ കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി ഓടി വരാൻ പോകുന്നതിനായി സ്തോത്രം. തങ്ങളുടെ ബെഡ്റൂമിൽ, തങ്ങളുടെ കടക്കറയിൽ, തൻ്റെ വീട്ടിൽ, കർത്താവ് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഒരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം യാത്രയിൽ നടന്നു പോകുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ, കാറിൽ, ട്രെയിനിൽ, ഏതെല്ലാം വാഹനത്തിൽ പോയാലും അവിടെ എല്ലാം ദാനിയേലിനെ പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ലൊരു അനുഭവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പച്ച. നീ അത് തരണം. പ്രാർത്ഥിക്കുന്ന പച്ച. കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ, മറക്കരുതേ അപ്പച്ച. നീ കൈവിടരുതേ അപ്പച്ച. കൈവിടപ്പെട്ട കേസെല്ലാം ഇന്ന് വിടുതൽ പ്രാപിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഒരുത്തരെയും കൊണ്ട് രക്ഷിക്കുവാൻ കഴിയാത്തത്, ഒരുത്തരെയും കൊണ്ട് വിടുവിക്കുവാൻ കഴിയാത്തത്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതെല്ലാം നിന്റെ കുഞ്ഞുങ്ങൾക്ക് മടങ്ങി വരട്ടെ അപ്പച്ച. മടങ്ങി വരട്ടെ. അത് രോഗമാണാൽ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ, മരണമാണാൽ മരണത്തെ ജയിച്ചെഴുന്നേറ്റ് വരട്ടെ. ഏതെല്ലാം കൈവിട്ടു പോയോ അതെല്ലാം തിരിച്ചു വേണ്ടി. ജോലിയോടുള്ള വിഷയമാണോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിധിച്ചത്, അനുവദിച്ചത്, അവർക്ക് തന്നെ കൈ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകരുത് പച്ച, തകരരുതേ. കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകുവാൻ ദൈവം സമ്മതിക്കരുത് പച്ച. നിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു അപ്പച്ചൻ. വലിയ കാര്യം ചെയ്തതിനായി സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. വിടുതലിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടിയതിനായി സ്തോത്രം. അത്ഭുതത്തിന്റെ വീര്യ പ്രവർത്തികൾ നീ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കാനായി സ്തോത്രം. ഇന്ന് അനേകർക്ക് വിടുതൽ അപ്പച്ച, അനേകർക്ക് വിടുതൽ. ദാനിയേലിനെ പോലെ സുഖമായി, ആരോഗ്യമായി, ചാടി തുള്ളി കുതിച്ച് എഴുന്നേറ്റ് വരുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയായി സ്തോത്രം. സകല മഹത്വവും തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇത് ഏറ്റെടുക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വിടുതൽ ചെയ്യും. ഏത് വിഷയമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ്.